ജ്യോതികുമാർ ചാമക്കാല ബഹുമാന്യ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളോടൊന്ന് പ്രതികരിക്കണം തോന്നുകയാണ്. അതിലൊന്ന്, കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആവശ്യത്തിലധികം പൈസ കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുണ്ടായി. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടെങ്കിൽ അതേതായാലും ആളുകൾ അറിയുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്, കേരളത്തിലെ ഗവൺമെൻറ്റിന് ഒരു റോളുമില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. കേരളത്തിലെ ഗവൺമെൻറ്റിന് ഈ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ പങ്കുണ്ട്. ആ പങ്ക് എങ്ങനെയാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി വകുപ്പ്, കേരളത്തിലെ നമ്മുടെ ഫോറസ്റ്റ്, കേരളത്തിലെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള കൂട്ടായ ഇടപെടലുണ്ട്. ഇലക്ട്രിസിറ്റി പോസ്റ്റ് മാറ്റണമെങ്കിൽ കേരളത്തിലെ KSEBയുടെ സഹായം വേണം. അവിടുത്തെയുള്ള നമ്മുടെ പൈപ്പ് ലൈൻ മാറ്റണമെങ്കിൽ നമ്മുടെ ജലവിഭവ വകുപ്പിൻ്റെ പിന്തുണയും സഹായം ആവശ്യമുണ്ട്. ഇതൊക്കെ കൊടുത്തുകൊണ്ടാണ് അവർ നടപ്പിലാക്കിയിട്ടുള്ളത്. പിന്നെന്താണ്, റഹീം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം പാർലമെൻറ്റിൽ അതിൻ്റെ മറുപടി പ്രകാരം മറ്റ് പല സംസ്ഥാനങ്ങളെയും പരാമർശിച്ചിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുണ്ടായി. അങ്ങ് റഹീമിൻ്റെ ചോദ്യം അങ്ങയുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ആ ചോദ്യമുണ്ട്. റഹീം ചോദിച്ച ചോദ്യത്തിൽ ദ നമ്പർ ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ ദ country that have invested their own funds for the development of National Highway NH66. ഈ ചോദ്യത്തിന് നിതിൻ ഗഡ്കരി കൊടുത്തിട്ടുള്ള ഉത്തരം വളരെ കൃത്യമാണ്. ആ ഉത്തരം എന്നുള്ളത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പേരാണ് പരാമർശിച്ചിട്ടുള്ളതെന്ന്. 2, റഹീമിൻ്റെ തന്നെ ചോദ്യത്തിൽ ഇന്ത്യയിലെ NHലൂടെ സമാഹരിക്കുന്ന തുകയെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. 1500ഓളം കോടി രൂപയാണ് ടോൾ പിരിവിലൂടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സമാഹരിക്കുന്നത്. അതിൽ ഒരു വിഹിതവും സംസ്ഥാനങ്ങൾക്ക് നൽകുന്നില്ല എന്നും പറയുകയാണ്. നോക്കൂ, ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ പണം നൽകിയിട്ടുള്ള അതിലൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് സംസ്ഥാനമാണ്. പക്ഷേ ടോളിൻ്റെ ഷെയർ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ളത് കൂടി അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധപ്പെടുത്താനുള്ളത്, ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ്. ഞാൻ ആദ്യത്തെ കാലത്തുണ്ടായിട്ടുള്ള സമീപനത്തെയും സൂചിപ്പിച്ചു. നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ ഓഫീസ് പൂട്ടിപ്പോകേണ്ടി വന്നൊരു കാലം ഉണ്ടായി. ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യത്തെ ഞാൻ തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. റഹീമിന്റെ ചോദ്യത്തെ കുറിച്ചൊക്കെ പറയേണ്ടുന്ന കാര്യമില്ല. ഇവിടെ എന്താ അത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ 2 സമീപനത്തെയും നമ്മൾ കാണണം. കേരളത്തിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഭാഗം, മറുഭാഗം വികസന വിരുദ്ധതയിൽ മൂടിക്കെട്ടിരിക്കുന്ന ഒരു വിഭാഗം. ഞങ്ങൾ പറയുന്നത് എന്താണ്, ഇത് കേരളമാണ്, കേരളം മുന്നോട്ട് പോകണം, മലയാളികളെല്ലാം കൈകോർത്ത് പിടിക്കണം. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഇടുങ്ങിയ കണ്ണുകൊണ്ട് നിങ്ങൾ വികസനത്തെ നോക്കിക്കാണരുത്. ഇവിടെ കൊള്ള നടത്തിയിട്ടുള്ള കമ്പനിക്കെതിരെ നടപടി ഉണ്ടാവണം. ഇലക്ട്രൽ ബോണ്ട് നൽകി എന്നുള്ളതുകൊണ്ട് അവരോട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി സോഫ്റ്റ് കോർണർ കാണിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ പറയേണ്ടതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരോ ജനപ്രതിനിധികളോ കൃത്യമായ ഒരു അവലോകനം നടത്തിയില്ല എന്ന BJP വിമർശനത്തിന് മറുപടി ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത അതിഥിയിലേക്ക് പോകാം. അതിനും പറയാം. അതിലെന്താണ് മറുപടിക്ക് ഒരു കുറവുമില്ലല്ലോ. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഏറ്റവും കൃത്യതയാർന്ന നിലയിൽ സംസ്ഥാന സർക്കാർ എന്താണോ ചെയ്യേണ്ടത് ആ പരിശോധന നടത്തുക. ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിക്കൊടുത്തിട്ടുണ്ടോ? അവിടെയുള്ള നമ്മുടെ പൈപ്പ് ലൈനുകൾ മാറ്റിക്കൊടുത്തിട്ടുണ്ടോ? ഫോറസ്റ്റിന്റെ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ടുന്ന വനവകുപ്പിൽ നിന്ന് കൊടുക്കേണ്ടുന്ന ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ടോ? ജിയോളജി വകുപ്പ് കൊടുക്കേണ്ടുന്ന ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ടോ? ഈ കാര്യങ്ങളാണ് നമ്മുടെ ഗവൺമെന്റ് നോക്കേണ്ടത്. അവിടെ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്നുള്ളതായിരുന്നു BJP വിമർശനം. ഇനി അതിലും കേൾക്കാം. നിർമ്മാണ പുരോഗതി, നിർമ്മാണത്തിന് എത്ര സിമെന്റ് ചേർക്കുന്നു, എത്ര പൂഴി ചേർക്കുന്നു, അലൈൻമെന്റിനനുസരിച്ചാണോ കല്ല് വെക്കുന്നത്, ഡിസൈനിനനുസരിച്ചാണോ മണ്ണിടുന്നത്, ഇതൊക്കെ നോക്കാൻ അവിടെ NHAയുടെ എഞ്ചിനീയർമാരുണ്ട്. അവരാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ മാടിക്കെട്ടും കെട്ടിയിട്ട് അവിടെ പോയി നിന്നിട്ട് BJPയുടെ പ്രതിനിധി അത് നിങ്ങൾക്കറിയില്ലേ ആരാണ് എഞ്ചിനീയർ ചെയ്യേണ്ടത് പണി? ഇതിൽ എന്റെ അറിവ്, എന്റെ ബോധ്യം എന്നുള്ളതല്ല അദ്ദേഹം ചോദിച്ച സന്തോഷം. ശരി, ഓക്കെ. ഇനി അങ്ങ് പറഞ്ഞൊരു കാര്യം എനിക്ക് പ്രേക്ഷകരോട് പറയണ്ട. അങ്ങ് ഇടയ്ക്ക് ടോളിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇത് പറയാതെ പോകുന്നത് നീതിയല്ല എന്നുള്ളത് കൊണ്ട് 23 റീച്ചാണ്, അതിൽ 17 ഇടത്ത് പണി നടക്കുകയാണ്.
9 ജില്ലകളിലായിട്ടാണ് ഈ 23 റീച്ച്. 17 ഇടത്ത് പണി നടക്കുകയാണ്. ബാക്കിയുള്ള ഇടത്തിൽ ഈ 6 റീച്ചിൽ മാത്രമാണ് പണി തീർന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ തിരുവനന്തപുരത്ത് നോക്കാം. ഇവിടെ തൊട്ടടുത്ത് ഈഞ്ചക്കലിൽ മുൻപ് പണിതതാണ്. അതിനുശേഷം ഈ ട്രാഫിക് സിഗ്നൽ അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ബൈ റോഡ് ഇതിലേക്ക് കടന്നു പോകരുത് എന്ന തീരുമാനം വന്നിട്ട് ഇത് വീണ്ടും പൊളിച്ചു പണിയാണ്. നേരത്തെ ചോദിച്ച അതേ ചോദ്യം അവിടെയുണ്ട്. ഈ ബുദ്ധി നേരത്തെ ഉണ്ടായിരുന്നില്ലേ? അവിടെ അടുക്കി വെച്ച പണം എന്ന് പറയുന്നത് ഈ അവിടെ ചെലവഴിച്ച ലേബറിന്റെ കോസ്റ്റ്, അവിടെ ചെലവഴിച്ച സാങ്കേതിക വിദ്യയുടെ കോസ്റ്റ്, ജനങ്ങളുടെ ബുദ്ധിമുട്ട്, അവിടെ ചെലവഴിച്ച മുഴുവൻ വികസന പ്രവർത്തികളുടെയും പണം എന്ന് പറയുന്നത് JCBക്ക് തോണ്ടി എറിഞ്ഞിട്ട് വീണ്ടും അവിടെ പണി നടക്കുകയാണ്. അതിനുശേഷം അങ്ങോട്ട് പോവുകയാണെങ്കിൽ തിരുവല്ലത്ത് അതിലും വലിയ മഠയത്തരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 വശത്തേക്ക്, ഒറ്റ വശത്തേക്ക് മാത്രം വണ്ടികൾ പോയിരുന്ന ഒരു സ്ഥലം പെട്ടെന്ന് 2 വശത്തു നിന്ന് വണ്ടികൾ വരുന്ന ഒരു ഡിസൈനാക്കി അവിടെ എത്ര മനുഷ്യർക്ക് ജീവനും ആരോഗ്യവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അടക്കം കണക്കുകളുണ്ട്. അത് പിന്നെയും പൊളിച്ചു പണിയാണ്. ഈ പൊളിച്ചു പണി 2ഉം 3ഉം ഇടത്ത് തിരിയുന്നിടത്ത് അടുത്ത ജംഗ്ഷനിൽ ടോളാണ്. 250 രൂപയാണ്. തമിഴ്നാട്ടിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഇടങ്ങളിൽ പോലും ഈ നിലയ്ക്ക് ടോൾ പിരിവില്ല. അവിടെ 250 രൂപയാണ് ടോൾ പിരിയുന്നത്. പണി തീരാത്ത, പണി വീണ്ടും വീണ്ടും നടക്കുന്ന, ജനങ്ങൾ കിലോമീറ്ററുകൾ ചുറ്റി വളഞ്ഞു പോകുന്നിടത്ത് ഈ ടോള് പിരിക്കുന്നിടത്ത് ഇവിടുത്തെ ഒരു യുവജന സംഘടനയ്ക്കും പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ, അത് പിന്നീട് സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് അറിയുന്നത്. എങ്ങനെയാണ് ഇത്ര യുക്തിരാഹിത്യം ഉണ്ടാകുന്നത്, ഇത്ര ഉത്തരവാദിത്തമില്ലായ്മ ഉണ്ടാകുന്നത്, ഇത്ര സെറ്റിൽമെന്റ് ബുദ്ധി ഉണ്ടാകുന്നത് എന്നുള്ളത് ആശ്ചര്യത്തോടു കൂടി ഓർക്കുകയാണ്. ആ നാട്ടിലെ ജനങ്ങൾക്കെങ്കിലും അതിന്റെ യാഥാർത്ഥ്യബോധം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റുള്ളവർക്ക് ഉണ്ടാകില്ല എന്ന ബോധ്യം ഇക്കാലയളവിൽ ഉണ്ടായതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ കേൾക്കാനല്ല, ജനങ്ങൾ കേൾക്കാൻ.